അങ്ങനെ ഞാനും വാങ്ങി കേട്ടോ ഒരു എയർ ഫ്രയർ. അപ്പം ഞാൻ വാങ്ങിയത് ഇംപെക്സിൻ്റെ മൈഗോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. അപ്പം അത്യാവശ്യം റിവ്യൂ ഉള്ളൊരു ബ്രാൻഡ് തന്നെയായിരുന്നു. ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഷോപ്പിൽ പോയി എടുത്തതാണ് കേട്ടോ. ഓൺലൈനായിട്ടൊക്കെ 2-3 നോക്കി, പക്ഷേ ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് പോയി എടുക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ച് ഡയറക്റ്റായിട്ട് ഷോപ്പിൽ പോയി എടുത്തതാണ്. ബ്ലാക്കാണ് കളർ കേട്ടോ. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞങ്ങളൊരു പരീക്ഷണം കഴിഞ്ഞു. ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു, പക്ഷേ മേളിൽ കിടന്നത് മാത്രമേ ഫ്രഞ്ച് ഫ്രൈസ് ആയുള്ളൂ, അടിയിൽ കിടന്നതൊന്നും ആയില്ല. കാരണം ഇതിൻ്റെ കപ്പാസിറ്റി ജസ്റ്റ് 4.5 ആണ്. അപ്പോൾ അതുപോലെയുള്ള സ്പേസേ ഉള്ളൂ. അപ്പം നമ്മൾ ഇട്ടപ്പം കുറച്ച് കൂടുതലായിപ്പോയി. അപ്പോൾ അടുത്ത ദിവസം ഞാൻ കുറച്ച് മീനുണ്ടായിരുന്നു വറുക്കാനായിട്ട്. അപ്പോൾ അതൊരു 3 ഞാൻ എടുത്ത് ഫ്രയറിനകത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണയും കൂടെ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം വെച്ചപ്പം ജസ്റ്റ് ഒന്ന് വേവാത്ത പോലെയൊക്കെ തോന്നി. അത് കഴിഞ്ഞ് നമുക്കൊരു മാനുവൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്തപ്പം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു, അയ്യോ ദൈവമേ ഒട്ടിപ്പിടിച്ചു, എല്ലാം പോയി. ഇല്ല, അത് തണുത്ത ശേഷമാണ് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തണുത്തതിന് ശേഷം ഇളക്കിയെടുത്തപ്പോഴത്തേനും കറക്റ്റായിട്ട് നമ്മുടെ മീനൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പാണ്. ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ വഴിയുള്ള വീഡിയോസിൽ നമുക്ക് എയർ ഫ്രയർ നമ്മുടെ കൂടെ കാണും കേട്ടോ. അങ്ങനെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.